യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ധർക്കു കാഴ്ച, ചെകിടർക്കു കേൾവി, രോഗശാന്തിയും നൽകിയവൻ. വചനത്താൽ ദുഷ്ടാത്മാക്കളെ പുറത്താക്കിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. വലിയ കരുണ ഈ ജനത്തിൻ്റെ മേൽ പകരണം. കർത്താവേ അങ്ങയെ സ്തുതിക്കുന്ന ഈ ജനത്തോടും കരുണ കാണിക്കണം. ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മുറിവേറ്റ കരനീട്ടി ഞങ്ങളെല്ലാവരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അനേകായിരങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അത്ഭുതമായിട്ട് ശാരീരികമായും മാനസികമായും സൗഖ്യം പ്രാപിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അനേകർ വിടുതൽ പ്രാപിക്കുന്നു. ഈ വചന ശുശ്രൂഷയിലൂടെ അനേക ക്രിസ്തു നൽകുന്ന വലിയ രക്ഷയിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഓരോ ശുശ്രൂഷകളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു ആരിലും വലിയവൻ എന്ന ഈ വലിയ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമയങ്ങളിൽ നമുക്ക് ഹൃദയത്തെ ദൈവസന്നിധിയിൽ തുറന്ന് വചനം സ്വീകരിക്കാം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ മുൻപിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. എല്ലാ തകർച്ചകളിൽ നിന്നും യേശുവിന് നിനക്ക് ഒരു മോചനം നൽകി നിന്നെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഈ കഴിഞ്ഞ നാളിൽ
ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ധ്യാനത്തിന് സംബന്ധിച്ച ഒരാൾ പറയുകയാണ്. ഒരു കുടുംബത്തിൽ ഏതാനും മക്കളുണ്ട്. പിതാവ് അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്ത്, ആ സമ്പത്ത് മക്കൾക്കൊക്കെ ആയിട്ട് പങ്കുവെച്ചു. ഓരോ മക്കൾക്കും ഏകദേശം 8 ഏക്കർ സ്ഥലത്തോളം ഉണ്ടായിരുന്നു. അതിൽ ഒരു മകൻ മദ്യപാനിയായിട്ട് തീർന്നു. ഉത്തരവാദിത്വങ്ങളില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല, വിവാഹിതനാണ്, 2 മക്കളുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാൽ ഏതെങ്കിലും ഒരു സമയത്ത് വീട്ടിൽ വരും. മദ്യപാനത്തിൻ്റെയും കൂട്ടുകെട്ടിൻ്റെയും വഴികളിലൂടെ ജീവിച്ച് ആ കുടുംബം മുഴുവൻ നശിച്ച് തകരുകയാണ്. വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങളിൽ 23-ാം അധ്യായത്തിൽ 19, 20, 21 വചനങ്ങൾ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നു. മകനെ, ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. മകനെ, ശ്രദ്ധിച്ചു കേൾക്കുക, വിവേകം പുലർത്തുക. മകനെ, നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ വിവേകത്തോടു കൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിനെ നല്ല വഴിക്ക് നീ നയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരു വ്യക്തിയുടെ മനസ്സ് മോശമാകുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതവും മോശമായിക്കൊണ്ടിരിക്കും. മനസ്സ് നല്ലതാകുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയും നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സ് എത്രമാത്രം നിർമ്മലമാകുന്നോ അതനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മൾ നിറയുകയാണ്. മനസ്സിനെ വിശുദ്ധമായി സൂക്ഷിക്കണം, മനസ്സിനെ നേർവഴിക്ക് നയിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 23-20 പറയുന്നു, അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. 8 ഏക്കർ സ്ഥലം പിതാവ് വീതമായിട്ട് കൊടുത്ത മകന് ഇന്ന് ആകെയുള്ളത് 1 ഏക്കർ സ്ഥലമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഉത്തരവാദിത്വമില്ലാത്ത ജീവിതത്തിൻ്റെ ഫലമായി, കൂട്ടുകെട്ടിൻ്റെ ഫലമായി, മദ്യപാനത്തിൻ്റെ പാപകരമായ ജീവിതത്തിലൂടെ നടന്നു, ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ വചനം മറന്നുള്ള ജീവിതത്തിൻ്റെ ഫലമായിട്ട് ആ കുടുംബം സാമ്പത്തികമായിട്ട് തകരുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ആ കുടുംബം ഇന്ന് തകർന്നു നശിച്ചു. ഒരു വ്യക്തിയുടെ വിവേകത്തിൻ്റെ കുറവ്, ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് മദ്യപാനത്തിലും പാപത്തിലും ജീവിച്ചപ്പോൾ ഒരു കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ആ വ്യക്തിയുടെ മക്കളോ അവർക്ക് നല്ലൊരു ഭാവി ഇല്ലാതായി തീർന്നു. അവർക്ക് നല്ലൊരു നിലയിൽ വിദ്യാഭ്യാസത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാതെ വരിക. വളരെ മദ്യപാനിയായ ഒരു പിതാവിലൂടെ ഒരു കുടുംബം നേരിടുന്ന തകർച്ചകൾ നമ്മൾ കാണണം, നമ്മൾ തിരിച്ചറിയണം. ഈ വചന ശുശ്രൂഷ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇപ്പോൾ ഈ ശുശ്രൂഷ കാണുന്ന വ്യക്തികൾ ഓർക്കുക, മദ്യപാനം എന്നൊരു പാപത്തിലേക്ക് നീ വീണിട്ടുണ്ടെങ്കിൽ അത് നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും ആത്യന്തികമായ നാശത്തിനും തകർച്ചയ്ക്കും കാരണമാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ പെടരുത്. മദ്യപാനത്തിൻ്റെ കൂട്ടുകെട്ടുകളിൽ, അമിതമായിട്ട് മാംസം ഭക്ഷിക്കുന്ന കൂട്ടുകെട്ടുകളിൽ, തിന്മയുടെ ബന്ധനങ്ങളിൽ നീ പെട്ടുപോകരുതെന്ന് കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് നമുക്ക് താക്കീത് നൽകുകയാണ്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. അതൊരു സത്യമാണ്. മദ്യപാനിയായ ഒരു വ്യക്തിയുടെ ജീവിതം ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. കാരണം സാമ്പത്തിക മേഖലയിൽ ആ വ്യക്തി തകർച്ച നേരിടേണ്ടി വരും. സാമ്പത്തികമായിട്ട് തകർന്ന് നാശത്തിലേക്ക് മദ്യപാനികളുടെ കുടുംബം കടന്നു പോവുകയാണ്.
ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി 50 വയസ്സ് താഴെ പ്രായമുള്ളൂ. ധ്യാനാവസരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. ആ വ്യക്തിയുടെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലിവർ സിറോസിസ് ബാധിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു മദ്യപിക്കാറുണ്ടോ? മദ്യപിക്കാറുണ്ടായിരുന്നു. ഏറെ നാള് മദ്യപാനത്തിൻ്റെ അടിമയായിട്ട് ജീവിച്ച ഒരു വ്യക്തി. അങ്ങനെ ജീവിച്ച് സാമ്പത്തികമായിട്ട് തകർന്നു. കൂടെ ഭാര്യയുണ്ട്. ഒത്തിരിയേറെ സങ്കടത്തോടെ വേദനയോടെ അവർ കൂട്ടത്തിലുണ്ട്. സാമ്പത്തിക മേഖലയിൽ അടിത്തറ തകർന്നു. ദാരിദ്ര്യമായി, കഷ്ടതയായി, മക്കളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ തകർച്ചകൾ സംഭവിച്ചു. അവസാനം ഈ മനുഷ്യൻ ലിവർ സിറോസിസ് ബാധിച്ചിരിക്കുക. സാമ്പത്തിക മേഖലയിൽ തന്നെ വലിയൊരു അധപ്പതനം മദ്യപാനിയായ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മൾ തിരിച്ചറിയണം, മദ്യപിക്കുന്നവര് ഈ വചന ശുശ്രൂഷ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ഇത് ദൈവം നിനക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ദൈവം തരുന്ന ഈ മുന്നറിയിപ്പിനെ നീ അവഗണിക്കരുത്. മദ്യപാനിയുടെ കുടുംബം ദാരിദ്ര്യത്തിൽ അകപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുന്നു. മദ്യപന്, ഭോജനപ്രിയന് ദാരിദ്ര്യത്തിൽ അകപ്പെടും. മത്തുപിടിച്ചു മയങ്ങുന്നവന് കീറ തുണി ഉടുക്കേണ്ടി വരും. സാമ്പത്തികമായിട്ട് തകർന്നു കഴിയുമ്പോൾ എല്ലാ മേഖലകളിലും ആ വ്യക്തി ഞെരുക്കത്തിലൂടെ കടന്നു പോകുക. തകർന്നു കഴിയുമ്പോൾ കീറത്തുണി ഉടുക്കേണ്ടി വരും എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മദ്യപാനിയുടെ വീട്ടിൽ ആവശ്യത്തിന് വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥ, കുട്ടികൾക്ക് പോലും ആവശ്യത്തിന് വസ്ത്രമില്ലാത്ത അവസ്ഥ. എത്ര സങ്കടകരമായ കാര്യമാണിത്. അധ്വാനിക്കുന്ന പണം മുഴുവൻ മദ്യത്തിനു വേണ്ടി ചെലവഴിക്കുന്ന അനേക വ്യക്തികളുണ്ട്. ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല, ഭാവിയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ചിന്തയില്ലാതെ അങ്ങനെ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ചു പോകുന്നവർ. ഇതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരമായിരിക്കുക. ജീവിതത്തിന് ഒരു തിരുത്തൽ വരുത്തേണ്ട സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, കരുണയായിരിക്കണമേ. എല്ലാ മദ്യപാനികളോടും അങ്ങ് കരുണ കാണിക്കണമേ. മദ്യപാനം മൂലം രോഗികളായി തീർന്നവരെ അങ്ങ് സ്പർശിക്കണമേ. ലിവർ സിറോസിസ് ബാധിച്ചവരെ അങ്ങ് സൗഖ്യമാക്കണമേ. മദ്യപാനം മൂലം തകർന്ന കുടുംബങ്ങളുണ്ട്. സാമ്പത്തികമായിട്ട് തകർന്നവർ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള കുടുംബങ്ങളോട് യേശുവേ കരുണയായിരിക്കണമേ. മദ്യപാനികളുടെ ഭാര്യമാര്, മക്കൾ അനുഭവിക്കുന്ന വേദന നീ കാണണമേ യേശുവേ. മദ്യപാനികളെ അതിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവേ. മദ്യപാനിയുടെ ഭാര്യമാരെ നീ ആശ്വസിപ്പിക്കണമേ. മദ്യപാനിയുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സങ്കടം, വേദന ഒന്ന് കാണണമേ യേശുവേ. അങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷിക്കണമേ. ഈ വലിയ തകർച്ചയിൽ നിന്ന് മദ്യപാനിയുടെ കുടുംബങ്ങൾ മോചനം പ്രാപിക്കട്ടെ. മദ്യത്തിന് അടിമപ്പെട്ടവരെ യേശുവേ ഇപ്പോൾ മോചിപ്പിക്കണമേ. അങ്ങയുടെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മദ്യപാനികൾക്ക് മോചനം ലഭിക്കട്ടെ. മദ്യപാനികളുടെ മേൽ പിശാചിട്ട എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. മദ്യപാനത്തിൻ്റെ ആസക്തി വിട്ടുമാറട്ടെ. ലിവർ സിറോസിസ് സൗഖ്യമാവട്ടെ. മദ്യപാനികളുടെ കുടുംബങ്ങളെ യേശുവേ അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. മദ്യപാനികളായ വ്യക്തികളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന വലിയൊരു തിന്മയാണ്. മദ്യപിച്ചു സുബോധം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മാതാപിതാക്കന്മാരോട് എങ്ങനെ പെരുമാറണമെന്നോ മാതാപിതാക്കന്മാരെ എങ്ങനെ ബഹുമാനിക്കണമെന്നോ അറിയത്തില്ലാത്ത മക്കൾ. വചനം പറയുന്നു, നിനക്ക് ജന്മം നൽകിയ പിതാവിനെ നീ അനുസരിക്കുക, വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. ഈ അടുത്ത നാളില് ധ്യാനത്തിൽ പങ്കെടുത്ത ഒരമ്മ എന്നോട് ഇപ്രകാരം പങ്കുവെച്ചു. മദ്യപാനിയായ മകനെ ഓർത്ത് ഒത്തിരി വേദനയുണ്ട്. അവന് മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പനെ ഉപദ്രവിക്കും, അമ്മയെ ഉപദ്രവിക്കും. 40-40 വയസ്സായി, ഇതുവരെ വിവാഹം നടന്നിട്ടില്ല. ഒരേ ഒരു മകനേ ഉള്ളൂ. കൂട്ടുകെട്ടും തോന്നിവാസ ജീവിതം. കണ്ണുനീരുമായിട്ട് വേദനയുമായിട്ട് ധ്യാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മ. ഇതുപോലെ
നൊമ്പരപ്പെടുന്ന ധാരാളം വ്യക്തികൾ വചനം കേൾക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. ഇന്ന് ഞാനൊരു ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇന്നൊരു അമ്മ എന്നോട് പങ്കുവെച്ചതാണ്. അമ്മയുടെ 2 ആൺമക്കളും മദ്യപാനത്തിന് അടിമകളാണ്. 2 ആൺമക്കളും വിവാഹം കഴിച്ചിട്ടില്ല. 38 42 വയസ്സ് പ്രായമുള്ള ആൺമക്കൾ വിവാഹം കഴിച്ചിട്ടില്ല. അധ്വാനിക്കുന്ന പണം മുഴുവൻ മദ്യത്തിനു വേണ്ടി ചെലവഴിക്കുക. നൊന്ത് പ്രസവിച്ച അമ്മയുടെ ഹൃദയത്തിൻ്റെ നൊമ്പരമാണിത്. അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദനയാണിത്. ഇതുപോലെ എത്രയോ അമ്മമാര് ഹൃദയം തകർന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് കണ്ണുനീരോടെ നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാര്. മക്കളുടെ മദ്യപാനം അനേക കുടുംബങ്ങളെ തകർത്തിട്ടുണ്ട്. അനേകം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ മക്കളുടെ മദ്യപാനം വലിയൊരു വേദനയായി തീർന്നിരിക്കുക. മദ്യപിക്കുന്ന വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾ ഉയർച്ച പ്രാപിക്കത്തില്ല. മദ്യപാനം പാപം തന്നെയാണ്. ആവശ്യത്തിലും അതിലേറെയും മദ്യത്തിനു വേണ്ടി പണം ചെലവഴിക്കുന്നവർ, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ മദ്യം വിളമ്പുന്നവർ ഇന്ന് ധാരാളമായിട്ടുണ്ട്. ഈ ഒരു തെറ്റായ ശൈലി അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. യേശയ്യ 5-ാം അധ്യായത്തില് 11-ാമത്തെ വചനം പറയുന്നു, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ചു മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെയോ നോക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ ഉത്സവങ്ങളില്, അവരുടെ ഫംഗ്ഷനുകളില് മദ്യം വിളമ്പുന്നു. മദ്യത്തിൻ്റെ അടിമത്തത്തിൽ അവര് ആവുകയാണ്. മദ്യസൽക്കാരങ്ങൾ നടക്കുന്നു. വീഞ്ഞും വീര്യമേറിയ മദ്യവുമൊക്കെ കുടിച്ചു മതിക്കുന്ന അനേക വ്യക്തികൾ. അവര് കർത്താവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അവിടുത്തെ കരവിരകളെ നോക്കുന്നില്ല. കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചൊരിഞ്ഞ നന്മകളെക്കുറിച്ച്, യേശു നമ്മളെ താങ്ങിയ നിമിഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവിടുന്ന് എത്രയോ കാരുണ്യവാനാണ്. നമ്മുടെ അനർത്ഥങ്ങളില്, അപകടങ്ങളില്, രോഗപീഠകളില്, സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ അത്ഭുതകരമായിട്ട് യേശു നമുക്ക് വേണ്ടി വഴികൾ തുറന്നു തന്നിട്ടുണ്ട്. എന്നിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിന് വില കൊടുക്കുന്നില്ല. മദ്യത്തിനും സുഖലോലുപതയ്ക്കുമൊക്കെ അടിമകളായി ജീവിക്കുന്ന അനേകം യുവാക്കന്മാര്, അവരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം പിതാക്കന്മാര് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ മദ്യത്തിനു വേണ്ടി ചെലവഴിക്കുകയാണ്. കൂട്ടുകാർ കൂടിയുള്ള മദ്യപാനം. രാവിലെ ഭവനം വിട്ടിറങ്ങിയാൽ ഏതെങ്കിലും സമയത്ത് വീട്ടിലെത്തിയാൽ എത്തി, അത്രമാത്രം. കുഞ്ഞുങ്ങൾ വയറു നിറച്ച ആഹാരം കഴിച്ചോ എന്ന് അവര് അന്വേഷിക്കാറില്ല. ഭാര്യയ്ക്ക് വയറു നിറച്ച ആഹാരം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറില്ല. അവർക്ക് വസ്ത്രമുണ്ടോ എന്ന് അന്വേഷിക്കാറില്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഇവർക്ക് ചിന്തകളില്ല. അവർക്ക് ആകെ ഒരു ചിന്തയുള്ളത് മദ്യപിക്കണം, സുഖമായിട്ട് ഭക്ഷണം കഴിക്കണം, കൂട്ടുകൂടണം. തോന്നിവാസ ജീവിതത്തിൻ്റെ വഴികളിലൂടെ അവരിങ്ങനെ കടന്നു പോവുകയാണ്. ഇതിലൂടെ ഇന്ന് അനേക കുടുംബങ്ങൾ നശിച്ച് തകർന്നു പോയിട്ടുണ്ട്. അനേകം കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമുക്കൊരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, ഇവിടെ വചനത്തിൽ നമ്മൾ കേട്ടു, മദ്യപാനി ഒരിക്കലും സമ്പന്നനാവത്തില്ല, അവൻ ദരിദ്രനായി തീരുമെന്നാണ് വചനം പറയുന്നത്. മദ്യപാനിയുടെ കുടുംബത്തിൽ ഒരിക്കലും സന്തോഷം ഉളവാകത്തില്ല. മദ്യപാനിയുടെ കുടുംബത്തിൽ എന്നും തകർച്ചകളും ദുഃഖങ്ങളും പരാജയങ്ങളും മാത്രമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് മദ്യപിക്കുന്നവർ
മദ്യപാനമെന്ന ആ ഒരു വലിയ തിന്മ ഉപേക്ഷിക്കുക. കുടുംബത്തെ കരുതി, മക്കളെ കരുതി മദ്യപാനമെന്ന ആ വലിയ തിന്മ ഉപേക്ഷിക്കുക. ആഘോഷങ്ങളിൽ മദ്യം ധാരാളമായിട്ട് അമിതമായിട്ട് കഴിക്കുന്നവരുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കണം. കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, അവരുടെ നല്ല ഭാവിയെ ഓർത്ത് മദ്യപിക്കുന്നവരെ നിങ്ങൾ ഇത് അവസാനിപ്പിക്കുക. ഇത് ദൈവവചനത്തിന് എതിരാണ്, ദൈവത്തിന് എതിരാണ്. അനേകരുടെ ഹൃദയങ്ങൾ നൊമ്പരപ്പെടുകയാണ് ഈ മദ്യപാനത്തിലൂടെ. അവസാനം നിങ്ങൾ സാമ്പത്തികമായിട്ട് തകരുന്നു, രോഗിയായിത്തീരുന്നു, ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരും. ചിന്തിക്കുക, മദ്യപാനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുക, ഇത് ശരിയോ, ഇത് തെറ്റോ, ഞാൻ പോകുന്ന വഴികൾ തെറ്റെങ്കിൽ അത് തിരുത്തുവാൻ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് നെഞ്ചിലേക്ക് വെക്കുക. കർത്താവായ യേശുവേ, അങ്ങയുടെ അധികാര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് അടിമകളായവർക്ക് യേശുവിന്റെ നാമത്തിൽ മോചനം ലഭിക്കട്ടെ. വർഷങ്ങളായിട്ട് മദ്യപാനം മൂലം തകർന്ന കുടുംബങ്ങളുണ്ട്. കർത്താവായ യേശുവേ, അവരെ രക്ഷിക്കണമേ. മദ്യപാനത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന ചെറുപ്പക്കാരുടെ മേല്, മധ്യവയസ്കരുടെ മേല്, കുടുംബനാഥന്മാരുടെ മേല് കർത്താവിൻ്റെ കരുണ ഒഴുകട്ടെ. മദ്യപാന ആസക്തിയുടെ അരൂപി വിട്ടുമാറട്ടെ. മദ്യപാനം എന്ന വലിയ തിന്മയിൽ നിന്ന് അനേകർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മോചനം പ്രാപിക്കട്ടെ. മദ്യപാനത്തിൻ്റെ തിന്മയെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറട്ടെ. മദ്യപാനിയുടെ കുടുംബങ്ങളുടെ മേൽ യേശുവേ കരുണയായിരിക്കണമേ. മദ്യപാനികളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ, അവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മദ്യപാനമെന്ന വലിയ വിപത്തിൽ നിന്ന് യേശുവേ മോചനം നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ മഹത്വം. ആമേൻ. എൻ്റെ പേര് അനു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. 2 എക്സ്ട്രാ റിബ് വളരുന്നുണ്ടായിരുന്നു. എക്സ്ട്രാ 2 തോളിലും റിബ് വളർന്നു വരികയായിരുന്നു. അപ്പം ഞാൻ BSc നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയർ കഴിയാറായപ്പോൾ എന്നെ ഒത്തിരി എഴുതാനുള്ളതുകൊണ്ട് കൈക്കൊക്കെ ഭയങ്കര വേദനയായിട്ട് നീരൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പം ഡോക്ടർ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് പറഞ്ഞിങ്ങനെ റിബുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അത് സർജറി ചെയ്ത് മാറ്റാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മോളി നേഴ്സല്ലേ? ഞാൻ പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോളൂ. ഈ എല്ല് വളർന്നു വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട്. ഒന്നും പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ക്ലാസ് ഒത്തിരി പോയി കഴിഞ്ഞാൽ ഇയർ ബാക്ക് ആകുന്നതുകൊണ്ട് സർജറി വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വേദനയ്ക്കൊക്കെ കുറവുണ്ടായിരുന്നു. ഇടയ്ക്ക് മരവിപ്പ് വരുമെന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ധ്യാനത്തിൽ വന്ന അന്ന് മുതൽ എൻ്റെ കൈക്ക് ഇവിടെ സ്തുതിക്കുമ്പോഴും കൈ കൊട്ടുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മരവിപ്പുണ്ടായിരുന്നു. കൈ പൊക്കിയാലും ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോള് വേദന. കൈ രണ്ടും പൊക്കത്തിലാണ്. ഈ അസ്ഥി ഇങ്ങനെയുള്ളത് കൊണ്ട് കൈ പൊക്കി പിടിക്കാനായിട്ട് പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ഇന്നലെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ കൈയൊക്കെ ഫുൾ മരച്ചിട്ട് ഇങ്ങനെ കഴുത്തിൻ്റെ എല്ലാം കൂടി കയറി പിന്നെ തലയ്ക്കൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇന്നലെ ബ്രദർ ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ എൻ്റെ കാര്യം മാത്രം പറയാത്തതെന്ന് വെച്ചാൽ ഒത്തിരി സങ്കടപ്പെട്ടു അവിടെ ഇരുന്ന്. അല്ല, എല്ലാവർക്കും ഇവിടെ സൗഖ്യം കൊടുക്കുന്നുണ്ട്, എനിക്ക് മാത്രം കിട്ടുന്നില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു കൈക്കൊക്കെ. അപ്പോൾ എനിക്ക് ഇന്നലെ ആണെങ്കിൽ ഭയങ്കര തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു എനിക്ക് അവിടെ ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ ആകെ ഗ്ലൂമിയായിട്ടാണ് ഞാനിവിടെ ബ്രദറിൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. ബ്രദർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അതിനു മുമ്പ് ഇവിടെ കുർബാനയുടെ സമയത്ത് സ്തുതിച്ചപ്പോഴത്തേക്കിനും ഇങ്ങനെ 2 സൈഡിലും ടക്ക് ടക്ക് ശബ്ദം കേട്ടായിരുന്നു എനിക്ക്. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിവിടെ വന്ന് ബ്രദറിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ബ്രദർ കൈയൊക്കെ പൊക്കാൻ പറയുമ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് കൈ പൊക്കാൻ പറ്റി. അത് ഇവിടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നോട് കുറച്ച് പേര് വന്ന് ചോദിച്ചു, സത്യമാണോ മോളെ, അങ്ങനെ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് മനസ്സിൽ തോന്നി സത്യം തന്നെയാണ്. കൊച്ചിനോട് വന്ന് ചോദിച്ചത് സത്യമാണെന്ന് ചോദിച്ചത്. ഇവിടുത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്ത എന്തേറെ അത്ഭുതങ്ങളാണ്. എന്നിട്ട് വന്ന് കുറ്റം പറയാനൊക്കത്തില്ല. കാരണം ഇവിടെ തോളിൽ അസ്ഥി ഉണ്ടായിരുന്നു, കൈ പൊക്കത്തില്ല. ഇപ്പോൾ അതില്ലെന്ന് പറഞ്ഞാൽ അല്ലേ ഒരു ക്യൂരിയോസിറ്റി വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ വിചാരിച്ചു രാവിലെ സ്തുതിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാമെന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് സ്തുതിച്ചു. ഇന്ന് കുറച്ച് മുമ്പ് വരെ സ്തുതിച്ചതിൽ ഞാൻ കൈ താത്താതെ എന്ന് സ്തുതിക്കുമായിരുന്നു. അപ്പം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് എൻ്റെ യേശു അത് മാറ്റി എന്നുള്ളത്. സർജറി ചെയ്യാൻ പോകണമെന്ന് കരുതിയിരുന്നതാണ് ഞാൻ. ഇനി ഞാൻ സർജറിക്ക് പോകുന്നില്ല.
സർജറി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നതാണ്. ഇനി 2 കൈയൊക്കെ ഒന്ന് പൊക്കി കാണിച്ചേ. ഹല്ലേലൂയ. ഒരു കുഴപ്പമില്ലല്ലേ? ഇല്ല, അങ്ങനെ അവസ്ഥയില്ല. ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിന് നന്ദി. കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഇന്ന് മഹത്വപൂർണ്ണനായിട്ട് ഉണ്ട്. അതിൻ്റെ തെളിവുകളാണ്, വ്യക്തമായ തെളിവുകളാണ് ഈ സൗഖ്യങ്ങൾ. സന്തോഷമായി അല്ലേ? സന്തോഷമായി. ഓപ്പറേഷന് എത്ര രൂപയാണ് ഏകദേശം ചെലവ് വരുന്നത്? എന്നാലും ഒരു ലക്ഷം രൂപ ഒക്കെ ആവുമായിരിക്കും അല്ലേ? ഉണ്ടോ? 1 ലക്ഷം രൂപ ഓപ്പറേഷൻ ലാഭമായി കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എത്രയോ പേർക്കാണ് കർത്താവ് ഇതുപോലെ ലാഭം ചെയ്തു കൊടുക്കുന്നത്. കരമെത്തി പിടിച്ച് ഈ മകൾ കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമാകാൻ നമുക്ക് സ്തുതിക്കാം. കർത്താവെ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഈ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവളൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു 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 ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.